പിന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫാമിലി മെമ്പർ തന്നെയാണ്. ഞങ്ങളിങ്ങോട്ട് വീട് മാറിയതിന് ശേഷം ഒരു മൂന്നാമത്തെ തവണയായിട്ട് വരുന്നത്. ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. ആൾ മോളുടെ കയ്യിന് ഫ്രാക്ചർ ആയിരുന്നു. പാപ്പം പറഞ്ഞറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഞാൻ ആരാന്ന് നോക്കുക. അപ്പോൾ മോള് പറയാം അമ്മ അച്ഛനാണെന്ന് പറഞ്ഞു. വേഗം പോയി വാതിൽ തുറന്നപ്പോൾ കൈയൊക്കെ പിടിച്ച് ഭയങ്കര വറീഡായിട്ടാണ് ആൾ നോക്കുന്നത്. എന്തേ പറ്റി, അച്ഛൻ്റെ കുട്ടിക്ക് എന്തേ പറ്റി, കൈ വേദന ഉണ്ടോ, എങ്ങനെ വീണത്, എന്താ, ആൾ ഭയങ്കര ഇതായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വീണു, ഫ്രാക്ചറായി, ആൾ ഓക്കെയാണ്, ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള ടീച്ചേഴ്സ് ചെയ്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ മോൾക്ക് അച്ഛനോട് ഭയങ്കര കാര്യം. നമ്മുടെ വീട്ടിലോട്ട് ആര് വന്നാലും അവർക്ക് ചായ കൊടുക്കണം, ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണം, കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനത്തെ ഭയങ്കര കാര്യം കേട്ടോ. എപ്പോഴും ഏറ്റവും ചെറിയ പാപ്പൻ്റെ മേമ വരും കേട്ടോ. ദീപമേമ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. അപ്പോൾ മേമ വന്ന് ഇങ്ങനെ മേമ ഇരിക്കട്ടോ, ചായ കുടിച്ചിട്ട് പോകാൻ പാടുള്ളൂ, അമ്മ ചായ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു കാര്യം. അപ്പോൾ അവൾക്ക് അച്ഛൻ വന്നപ്പോൾ അമ്മ അച്ഛന് ഞാൻ സിനിമ ഇട്ട് കൊടുക്കട്ടെ, അച്ഛന് സിനിമ കാണാനാണ് ഇഷ്ടം. അങ്ങനെ അച്ഛനെ എത്തി സിനിമയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അച്ഛൻ പോയപ്പോൾ 6 മണിയായി. മോന് പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല, അവന് കളിക്കുക എന്നുള്ളൊരു ധാരണ മാത്രമേ ഉള്ളൂ. അവനോടും ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. വൈകിട്ട് അച്ഛൻ വന്നതിന് ശേഷം, ഏട്ടൻ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഏട്ടന് എപ്പോഴും ലേറ്റായിട്ട് വരും, ചില ദിവസം നേരത്തെ വരും, പക്ഷേ ആ സമയത്തൊന്നും അച്ഛനും വരലുമില്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ചില ദിവസം നേരത്തെ വരും, ചില ദിവസം നേരത്തെ വരില്ല, അച്ഛങ്ങളെ കുറച്ച് നേരം കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നത്. ഞങ്ങൾ പുറത്ത് വർത്തമാനം പറയാൻ വേണ്ടി ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങിയിരിക്കാറുണ്ട്. ആ സമയത്ത് നോക്കി ഞാൻ 1, 2, 3 വട്ടം നോക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കേട്ടോ ഇതിൻ്റെ സംഭവം വീഡിയോ എടുത്തത്. കാര്യം എന്താ വെച്ചാൽ ചന്ദ്രനെ ഒരു കാർമേഘം വന്ന് മൂടുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്തോ പറ്റി, പിന്നെ ഇടയ്ക്ക് നേരത്തെ കാണില്ല, പെട്ടെന്ന് മറ നീക്കി വെളിയിലോട്ട് വീണ്ടും വരും, വീണ്ടും പോവും, അതേപോലെ വരും. ഞാൻ 1, 2, 3 തവണയൊക്കെ നോക്കി, എനിക്ക് തോന്നുന്നതെന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.